I am Deepa Espanikar here inside my house, Hadayamandra Olettiambalam PO Mavelikira. I am here with my mother, VK Reknama, and my husband, Mukkum Gujar. Where are you? Okay, Deepa Espanikar is with all these two actually. Okay, my mother and my Mukkum. ഞങ്ങൾ 3 പേരുമാണ് ഇവിടെ ഉള്ളത്. ഇതെൻ്റെ വീടാണ്, എൻ്റെ സ്വന്തം വീടാണ്. എനിക്ക് 146 സെൻറ്റ് സ്ഥലമുണ്ട്. ഇത് ഒല്ലകെട്ടിയമ്പലത്തിലാണ് എൻ്റെ വീട്. തെക്കേക്കര വില്ലേജിലും ഭരണിക്കാവ് വില്ലേജിലുമായിട്ട് 146 സെൻറ്റ് സ്ഥലമുണ്ട്. നമ്മൾ LLB ഹോൾഡറാണ്. ഇതെല്ലാം നമ്മൾ പറഞ്ഞിട്ടുണ്ട് പലപ്പോഴും. MBA ഉണ്ട്, LLB ഉണ്ട്, മെഡിക്കൽ ട്രാൻസ്ക്രിപ്ഷൻ ചെയ്ത ആളാണ്. പല ജോലിയും നോക്കിയിട്ടുണ്ട്. ഇവന്മാരാണ് നമ്മളെ അവിടെ നിന്നൊക്കെ നമ്മുടെ പുറകിൽ നിന്നാണ് നമ്മളെ പറഞ്ഞു വിടുക. പല വേലകളാണ് ഇവന്മാർക്ക്. എല്ലാം നമ്മൾ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. ഇവിടെ ഇപ്പം നിങ്ങൾക്കെല്ലാം അറിയാം സെക്സ് റാക്കറ്റിൻ്റെ കാര്യമൊക്കെ. ഇപ്പം അതുപോലെ ഞാൻ പറയാം, കുറേ പേര് നമ്മളെ അങ്ങ് സ്റ്റോക്ക് ചെയ്യുക. നമുക്കൊന്നും പറയാൻ പറ്റത്തില്ല, വലിയ രോഗമാണ്. എൻ്റെ മുക്കും ബംഗാളിയല്ല, എൻ്റെ മുക്കും നല്ല ഒന്നാന്തരം രാജസ്ഥാനിയാണ്. മനസ്സിലായില്ലേ? രാജാക്കന്മാരുടെ നാടായ രാജസ്ഥാനി എന്നുള്ള ആളാണ് എൻ്റെ മുക്കും, അല്ലാതെ ബംഗാളിയും ബുങ്കാളിയും ഒന്നുമല്ല. മനസ്സിലായില്ലയോ? കണ്ടാലും നല്ല ഒന്നാന്തരം ബംഗാളിയുടെ കൂട്ടും ബുങ്കാളിയുടെ കൂട്ടൊന്നും അല്ല ഇരിക്കുന്നത്. നല്ല ഒന്നാന്തരം നല്ല ഒന്നാന്തരം ആളുടെ കൂട്ടാണ് ഇരിക്കുന്നത്, അല്ലാതെ ബംഗാളിയും ബുങ്കാളിയുടെ കൂട്ടൊന്നും അല്ല എൻ്റെ മുക്കുമിനെ ഇരിക്കുന്നത്. മനസ്സിലായോ? പിന്നെ ഇനി പറയാനുള്ളതെന്ന് വെച്ചാൽ മുക്കുമിൻ്റെ അച്ഛനെയും കാണാനും നല്ല ഒന്നാന്തരം മലയാളികളെ പോലെ തന്നെ ഇരിക്കുന്നതാണ്, അല്ലാതെ വേറെ ആരെ പോലും അല്ല. അവരെയൊക്കെ കാണാൻ ഏകദേശം മലയാളിയെ പോലെ തന്നെ, അല്ല ബംഗാളിയെ പോലൊന്നും അല്ല. ബംഗാളിയും ബുങ്കാളിയൊന്നും ഇവിടെങ്ങും ആരുമില്ല. അതുപോലെ വേറെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ അറിയാവുന്ന സുപ്രീം കോടതിയിലെ ചീഫ് ജസ്റ്റിസ് പറഞ്ഞു, കോക്രോച്ച് എന്ന് പറഞ്ഞു. അൺഎംപ്ലോയിഡ് ആയിട്ടുള്ള ആൾക്കാരെല്ലാം കോക്രോച്ച് എന്ന് വിളിച്ച് അഭിസംബോധന ചെയ്തപ്പോൾ ആൾക്കാർ പ്രതികരിച്ചത് എങ്ങനെയാണെന്ന് മനസ്സിലായി. കോക്രോച്ച് ജനതാ പാർട്ടി എന്ന് പറഞ്ഞുകൊണ്ടൊരു ഒരു കൂട്ടായ്മ നമ്മുടെ സോഷ്യൽ മീഡിയയിൽ ഇതാവുകയും അത് വിത്ത്ഹൾഡ് ചെയ്യുകയും പിന്നെയും അവർ CJP എന്ന് പറഞ്ഞുകൊണ്ടുള്ള പാർട്ടി ഈസ് എഗെയിൻ ബാക്ക് എന്ന് പറഞ്ഞുകൊണ്ട് അവർ പിന്നെയും ഇതുണ്ടാക്കി. അപ്പം ഇതൊക്കെ ആളുകൾ പ്രതികരിക്കും. മനസ്സിലായില്ലയോ? ഇപ്പോൾ ഇനി നമ്മുടെ ചീഫ് ജസ്റ്റിസ് അല്ല, അതിനപ്പുറത്തുള്ള ആളാണെന്ന് പറഞ്ഞാലും ആൾക്കാർ അവരുടെ വായിൽ നിന്നല്ലേ ആദ്യം വീണത്. അതിൻ്റെ അല്ലാതെ ചുമ്മാ ഒന്നും വിളിച്ചില്ല, ഇതാക്കിയില്ലല്ലോ. ഒരു ഗ്രൂപ്പ് ഉണ്ടായത് അങ്ങനെയാണ്. നമ്മുടെ ചീഫ് ജസ്റ്റിസ് എന്തിനാണ് അദ്ദേഹം പറഞ്ഞത്? അദ്ദേഹത്തിന് വിവരമില്ലേ? അദ്ദേഹം പറയേണ്ടതല്ലേ പറയാവൂ ആൾക്കാരെ. അപ്പോൾ അത് പറഞ്ഞതുകൊണ്ടല്ലേ ഇങ്ങനൊരു കൂട്ടായ്മ ഉണ്ടായത്. അപ്പോൾ നമ്മൾ മറ്റുള്ളവരെ ഉപദ്രവിക്കുകയും മറ്റുള്ളത് പറയുകയും ചെയ്യുന്നതിൻ്റെ റിയാക്ഷനായിട്ടാണ് പലതും ഉണ്ടാകുന്നത്. മനസ്സിലായില്ലയോ? അപ്പം നമ്മൾ ആരാണ്? വിവരമുള്ളവരെന്ത് ചെയ്യണം? വലിയ നല്ല ആൾക്കാരൊന്നും ഇപ്പം എന്നിട്ട് വിത്ത്ഹൾഡ് ചെയ്യാനൊക്കെ എന്തിനാണ് നടക്കുന്നത്? നിങ്ങൾ ആദ്യം മിണ്ടാതിരിക്കുക. മറ്റുള്ളവരെ ഉപദ്രവിക്കുന്നത്, മറ്റുള്ളവരെ എന്തും വിളിച്ച് അഭിസംബോധന ചെയ്യാമെന്നുള്ളതൊക്കെ അങ്ങ് നിർത്തുക. ഇവിടെ കേട്ടില്ലേ സുബ്രഹ്മണ്യൻ എന്ന് പറയുന്നവനൊക്കെ എന്തും അങ്ങ് പറയാമെന്ന് പറഞ്ഞുകൊണ്ട് പറഞ്ഞതെല്ലാം എൻ്റെ കയ്യിൽ ഇരിപ്പുണ്ട്. അവൻ എന്താ ആണുങ്ങളെ പിടിക്കടി മറ്റേത്. ഇവന്മാരെല്ലാം സെക്സ് റാക്കറ്റിൻ്റെ ആൾക്കാരാണെന്നേ. ഇവന്മാരൊക്കെ ഭയങ്കര പെണ്ണുങ്ങളെ കടത്തുന്നവന്മാരും മയക്കുമരുന്നും ഒക്കെ ആയിട്ട് നടക്കും.